ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ എന്താണ്? ഒരു സംശയവുമില്ല, സ്റ്റാഫുകളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്നറിയോ, മോസ്റ്റ് മെഡിക്കൽ എറേഴ്സ്, ഒരുപാട് മെഡിക്കൽ എറർ സംഭവിക്കുന്നത് ഒരിക്കലും അവിടെ നോളജ് ഇല്ലാത്തത് കൊണ്ട്, സ്റ്റാഫുകളുടെ നോളജ് ഇല്ലാത്തത് കൊണ്ടോ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ല. ഭൂരിഭാഗം മെഡിക്കൽ എററും സംഭവിക്കുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതല്ലെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ കാരണമാണ് ഒരുപാട് എററുകൾ സംഭവിക്കുന്നത്. കുറച്ച് റീസൺ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ റീസൺ നോക്കി നോക്കും, പേഷ്യന്റ് ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ട്രീറ്റ്മെന്റ് സക്സസ് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഒരിക്കലും ഭൂരിഭാഗം പേഷ്യൻറ്റിനും മെഡിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കാരാവും. കാരണം ഒരു വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആൾക്കാരാവും. അവിടെ വന്നിട്ടാവും പുതിയ പുതിയ പേരുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഒരിക്കലും പേഷ്യൻ്റ് പുതിയ മെഡിക്കൽ ടേംസുകൾ ചിലപ്പം പരിചയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാനൊരു സ്റ്റാഫാണ്, എനിക്ക് ഒരുപാട് നോളജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഞാനും ഡോക്ടറും തമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ചില ലാംഗ്വേജുകൾ, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൊളീഗ്സൊക്കെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസ് പേഷ്യൻ്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എക്സാമ്പിൾ നോക്കി നോക്കും. ഇപ്പം ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ എനിക്കറിയുന്ന കുറേ മെഡിക്കൽ ടേംസ് വളരെ സ്പീഡായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് വല്ലാത്തൊരു ആൻസൈറ്റിയാണ്, പേഷ്യൻ്റ് പേടിച്ചു പോവാണ്. അതിന് പകരം ഞാനൊരു നേഴ്സായി നിൽക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറയുകയാണ്, ഇത് ഇന്നതാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫീൽ ചെയ്യണതാണ്, ഒരു സേഫ്റ്റിയാണ് അവർക്ക് ഫീൽ ചെയ്യണത്. സോ എപ്പോഴും ശ്രദ്ധിക്കുക, പേഷ്യൻറ്റിനെ ട്രസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ടിലൂടെയാണ്. ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് വിചാരിച്ച പോലെ സക്സസ് ആവണമെന്നില്ല. നോക്കണേ, ഇനി രണ്ടാമത്തെ കാര്യം നോക്കി നോക്കും, റെഡ്യൂസസ് കൺഫ്യൂഷൻസ് ആൻഡ് കംപ്ലൈൻസ് ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. 80% പേഷ്യൻ്റ് കംപ്ലൈൻസും ഒരിക്കലും സംഭവിക്കുന്നത് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആവണമെന്നില്ല. ട്രീറ്റ്മെന്റിനെ കുറിച്ച് കംപ്ലൈന്റ് ഇല്ല എന്നല്ല പറയുന്നത്. ഭൂരിഭാഗം കംപ്ലൈന്റും ട്രീറ്റ്മെന്റ് റിലേറ്റഡ് അല്ല. അവിടെ ഒരു സ്റ്റാഫിന്റെ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്, അവരുടെ ടോണൊന്ന് മാറുന്നത്, അതല്ലെങ്കിൽ അവർ പ്രോപ്പർ ടൈമിൽ അപ്ഡേഷൻ കൊടുക്കാത്തത്, ചോദിച്ച സംശയങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാത്തത്. കാരണം ചിലപ്പോൾ സ്റ്റാഫ് ടെൻഷനിലായി പോകും. ആ ഒരു ടെൻഷൻ, ആ ഒരു പ്രഷർ, ആ ഒരു സ്ട്രെസ്സോട് കൂടി ഒരു പേഷ്യൻ്റ് അടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ പേഷ്യൻറ്റിന് കൺഫ്യൂഷൻ വരികയാണ്. ഈ കൺഫ്യൂഷനാണ് നാളെ കംപ്ലൈൻറ്റുകളായിട്ട് മാറുന്നത്. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, പുവർ കമ്മ്യൂണിക്കേഷൻ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കും, ഗുഡ് കമ്മ്യൂണിക്കേഷൻ റെഡ്യൂസസ് 50% ഇഷ്യൂസ് ഇമ്മീഡിയറ്റ്ലി എന്നാണ് പറയുന്നത്. ഞാനൊരു ഹോസ്പിറ്റലിൽ 5 വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ്. നമുക്കവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. ചില ഇഷ്യൂസ്, ചില കംപ്ലൈൻസ് പേഷ്യൻ്റ് പറയുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യാനും നമുക്ക് പറ്റും. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പവർ. മൂന്നാമത്തെ റീസൺ നോക്കൂ, ബെറ്റർ ടീം കോർഡിനേഷൻ. നല്ലൊരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ടീം കോർഡിനേഷൻ നടക്കുന്നതാണ് പറയുന്നത്. കാരണം ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ടീം കോർഡിനേഷൻ നമുക്ക് അവിടെ വേണം. കൂടാതെ തന്നെ ടീമുകൾ തമ്മിൽ, ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലൊക്കെ ആ കമ്മ്യൂണിക്കേഷനാണ് അലൈൻ ചെയ്ത് കിടക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അതും ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് പേഷ്യൻസിനെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് ഫ്ലോറിലുള്ള ഒരു നേഴ്സിനെ ഒന്ന് വിളിച്ചു പറയുകയാണ്, അവിടെ ഒരു പേഷ്യൻ്റ് വരുന്നുണ്ട്, ഒരുപാട് വെയിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് റൂം റെഡി ആക്കണം എന്ന് പറഞ്ഞു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞതോ കേട്ടതോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അവിടെ പേഷ്യൻറ്റിന് കിട്ടേണ്ട കെയർ ആണ് അവിടെ നഷ്ടമായി പോകുന്നത്. അവിടെ പേഷ്യൻ്റ് ഒരു കംപ്ലൈൻറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഫീൽ ചെയ്യാണ് എന്നെ അവർ കെയർ ചെയ്തില്ല എന്നുള്ളത്. സോ അവിടെ ശ്രദ്ധിക്കണം, ഒരു ടീം കോർഡിനേഷന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. നാലാമത്തെ ഒരു റീസൺ നോക്കിയാൽ, ഇറ്റ് സേവ്സ് ടൈംസ് ആൻഡ് ഇൻക്രീസസ് സ്പീഡ് എന്നാണ് പറയുക. പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, പ്രോപ്പറായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം. അത് സ്പീഡായിട്ട് കെയർ കിട്ടുന്നത് ആർക്കാണ്? പേഷ്യൻ്റിനാണ്. നോക്കണം, ലെസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, സാർ അത് എന്താ പറഞ്ഞത്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ എന്നുള്ള സംഭവം നമുക്കവിടെ ഒഴിവാക്കാൻ പറ്റും. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാസ്റ്റർ പേഷ്യൻ്റ് ഫ്ലോ.
നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ പെട്ടെന്ന് പേഷ്യൻറ്റിന് നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അത് വരണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. സോ ഞാൻ വീണ്ടും പറയുന്നു, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഒരു സംശയവുമില്ല, അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം? പേഷ്യൻ്റ് ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ട്രീറ്റ്മെൻറ്റ് സക്സസ്. രണ്ടാമത്തത്, ഇറ്റ് റെഡ്യൂസസ് കൺഫ്യൂഷൻസ് ആൻഡ് കംപ്ലൈൻറ്റ്സ്. അതുപോലെ തന്നെ ഇത് ബെറ്റർ ടീം കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അത് നമുക്ക് സ്പീഡായിട്ടും പ്രൊഫഷണലായിട്ടും കെയർ കൊടുക്കാനും നമുക്ക് പറ്റും. സോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സോ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.